ഹലോ ഗൈസ്, നമുക്ക് കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു A4 ഷീറ്റ് എടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ക്യൂട്ട് സ്റ്റിക്കേഴ്സ് പടങ്ങൾ നമുക്ക് വരയ്ക്കാം. ഞാനിപ്പോൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് നോക്കിയിട്ടാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ചിലർ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ആ ഒരു സ്ക്രീൻഷോട്ടുമ്മേ ട്രേസ് ചെയ്തിട്ട് എടുക്കാറുണ്ട്. അതേപോലെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാനിതിപ്പോൾ ഇത്രയും സ്റ്റിക്കേഴ്സ് വരച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഗൂഗിളിൽ നോക്കിയിട്ട് വരയ്ക്കാറുള്ളത്. ബട്ട് അതേ സ്റ്റിക്കേഴ്സ് ഡിസൈൻസ് ഒന്നും അല്ല കേട്ടോ ഞാൻ വരച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുറച്ചും കൂടി വരച്ചിട്ടുണ്ട്. അത് അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് വരച്ചിട്ടുണ്ട്. അത് നല്ല എളുപ്പം എന്നുള്ള കാര്യമല്ല കേട്ടോ ക്യൂട്ട് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമ്മൾ കുറച്ച് പഴയ എൻ്റെ ഒരു ഡോംസിൻ്റെ ഒരു ക്രയോൺസ് ഉണ്ട്. ഇത് വാക്സ് ക്രയോൺസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ക്യൂട്ടായതുകൊണ്ട് തന്നെ നല്ല പോലെ ബ്ലഷ് വേണം. അപ്പോൾ ഈ താറാൻകുട്ടിക്കും മുയൽകുട്ടിക്കും ഒക്കെ നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പീച്ചിൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ? ഫുള്ളും ബ്ലാക്ക് കളറൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ബ്രെഡാണ്. എനിക്ക് ബ്രെഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ബ്ലഷ് ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ നഖം കൊണ്ട് ആ ഒരു സംഭവം ചുരണ്ടി കളയുമ്പോൾ അത് ശരിക്കും നമ്മൾ പെൻസിൽ കൊണ്ടൊക്കെ ഡ്രോയിങ് ചെയ്ത പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ബ്രെഡ്. അങ്ങനെ നമ്മൾ എല്ലാ കളേഴ്സും ഡിസൈൻസൊക്കെ നമ്മൾ കളേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെട്ടിയെടുക്കേണ്ട ആ ഒരു ചടങ്ങിലേക്ക് കിടക്കാം. ഇത് നല്ല പാടാണ് ഈ വെട്ടിയെടുക്കൽ ചടങ്ങെന്ന് പറയുന്നത്. എനിക്ക് ഈ തൊട്ട് കാണിക്കുന്ന ഈ 3 സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആ കിടക്കേമൊക്കെ എടുക്കുന്ന മുയൽകുട്ടീനെയും. ഇനി നമ്മൾ ഇത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെട്ടിയെടുക്കാം. ഇതിപ്പം ഇങ്ങനെയല്ല ശരിക്കും വെട്ടേണ്ടത്. നമ്മൾ ആദ്യം ഇതേമാതിരി അച്ചറപ്പിച്ചറ ഇങ്ങനെ വെട്ടിയെടുക്കുക. അതായത് ആ ഒരു നമ്മളെ A4 ഷീറ്റിൽ നിന്ന് അത് വെട്ടിയെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് വെട്ടണം. നമ്മൾ ഒരിക്കലും അതിൻ്റെ തെറ്റത്ത് കൂടെ കത്രിക ആക്കാൻ പാടില്ല. നമ്മൾ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് വേണം അത് വെട്ടാനായിട്ട്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ 2 ബ്രെഡ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരു അവക്കാഡോ എടുക്കുന്നുണ്ട്. എനിക്ക് ആ നടുക്കിൽ ഞാൻ ഇപ്പോൾ വെട്ടിയിട്ട് ആ ഒരു മുയൽകുട്ടീനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മറ്റേ മുയൽകുട്ടീനെയും പിന്നെ ഈ ഒരു പെൺകുട്ടീനെയും ഈ 2 പെൺകുട്ടീനെയും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ കൊറിയ സ്റ്റിക്കേഴ്സിന് ഗൂഗിളിൽ അടിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ അത് 2 ഇത് പെൺകുട്ടികളുടെ. പിന്നെ ഞാൻ വെട്ടേണ്ട രീതിയാണിത്. ഇത് ഞാനൊരു പീച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പീച്ചും ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് വെട്ടിയെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണേ. നമ്മൾ ആ കത്രിക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെൻസിലുമ്മ തട്ടിക്കാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെട്ടിയെടുക്കുക. അതാണ് നമ്മൾ സ്റ്റിക്കറിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെല്ലാം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് കുഞ്ഞി പണിയൊന്നുമല്ല, നല്ല പണിയുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. ഇതാണ് ഇതിൻ്റെ വേസ്റ്റ് വരുന്നത്. നല്ല പണിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സെല്ലോ ടാപ്പാണ്. നിങ്ങൾക്ക് നല്ല വീതിയുള്ള സെല്ലോ ടാപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കാം. എന്തെങ്കിലും വീതി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സംഭവം ഗ്യാപ്പില്ലാണ്ട് 4 വട്ടം ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേമാതിരിയായി. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മളൊരു സ്റ്റിക്കർ വയ്ക്കുക. അത് നീങ്ങിയൊക്കെ പോവും. നമ്മളതിൻ്റെ രീതിയിൽ തന്നെ വയ്ക്കുക. എന്നിട്ട് ഗ്യാപ്പ് ഇടാണ്ട് അതിൻ്റെ മേലെ നമ്മൾ സെല്ലോ ടാപ്പ് വിരിക്കണം. അത് ഗ്യാപ്പ് ഇടാൻ തീരെ പാടില്ല. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തേന്ന് ഉരിച്ചെടുക്കുക. അത് ആവുമ്പോൾ അടിയിൽ സ്റ്റിക്കി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ ചെയ്താൽ മതി. അല്ലാതും ഇതേമാതിരി സെല്ലോ ടാപ്പ് ആക്കണ്ട. ഞാനിപ്പോൾ ഒരു പെൺകുട്ടീനെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ അതിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കുക. നമ്മൾ നേരത്തെ സ്റ്റിക്കർ വെട്ടിയിട്ട പോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഈ സെല്ലോ ടാപ്പും കൂടി വെട്ടിയെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് നമ്മൾ കുറേ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാളുണ്ട്. എൻ്റെ ഒരു റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരു വാളുണ്ട്. അതായത് ഒരു ചുമരുമ്പോൾ ഞാൻ കുറേ ഇതൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട്. അതുമ്പോൾ ഞാൻ അതിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു പെൺകുട്ടീനെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോ